കുലുക്കി കാട്ടാളൻ. കാട്ടാളൻ്റെ ട്രെയിലറൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് വന്നേക്കുന്നത്. കാരണം നമ്മൾ പേട്രിയോട്ട് സിനിമ കാണുമ്പം കാട്ടാളൻ്റെ ട്രെയിലർ അതിൻ്റെ ഇടയ്ക്ക് ഇൻട്രോലിനകത്ത് ഇടുന്നുണ്ട്. തിയേറ്ററിൽ വാച്ച് ചെയ്യുമ്പോൾ സൂപ്പറാണ്. കാരണം വേറെ ആരുമല്ലല്ലോ പ്രൊഡ്യൂസർ, ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ് ബാനറിൽ ഷെരീഫ് മുഹമ്മദാണ്. ഈ അവരുടെ പേര് ഒറ്റ സിനിമ കൊണ്ടാകും. ഉണ്ണി മുഹമ്മദിനെ ഞങ്ങൾ സ്റ്റാർ ലെവലിൽ എത്തിച്ച വയലൻസ് ഒരുപാടുള്ള മാർക്കോ ഗംഭീര സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഒരുക്കുന്ന സിനിമയാണ്, അദ്ദേഹം നിർമ്മിക്കുന്ന സിനിമയാണ് കാട്ടാളൻ. ഈ പറഞ്ഞ പോലെ പോൾ ജോർജ് ആണ്. പോൾ ജോർജിന്റെ ആദ്യത്തെ സംവിധാനത്തിൽ വരുന്ന സിനിമയാണ് കാട്ടാളൻ. അദ്ദേഹം നിർമ്മാതാവിനെ പറഞ്ഞിട്ടുണ്ട് ഇത് ആദ്യത്തെ സംവിധാനം തോന്നിക്കത്തില്ല. അതുപോലെ ഭയങ്കര ക്യാൻവാസിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ആനവേട്ടയും ഈ പറഞ്ഞ പോലെ കാടിൻ്റെ നല്ല വന്യതയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നല്ല രസമായിട്ടാണ് രവി ബസൂർ, നമ്മുടെ KGF-ന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തേക്കുന്നത്. അദ്ദേഹമാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തേക്കുന്നത്. ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, സൗത്ത് ഇന്ത്യയിൽ നിന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് ആക്ടേഴ്സ്, സുനിൽ, ജഗദീഷ്, പിന്നെ നമ്മുടെ സിദ്ദിഖും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മമ്മൂട്ടി ഫാൻസിൻ്റെ പ്രമുഖനായിട്ടുള്ള തൃശ്ശൂർ സബീർ ഇതിനകത്തൊരു ചെറുതായാലും നല്ല ഗംഭീരമായിട്ടൊരു വേഷം ചെയ്യുന്നുണ്ട്. അന്നേരം ഗംഭീരമായൊരു സിനിമ ആകാനുള്ള ചാൻസ് ഉണ്ട് കാട്ടാളൻ. ആന്റണി പെപ്പയ്ക്ക് ഒരു ഗംഭീര ഹിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആന്റണി പെപ്പയും അടുത്ത ഗ്രേഡിലോട്ട് ചാൻസ് ഉണ്ട് കയറി വരാൻ. കാരണം നല്ലപോലെ ആക്ഷൻ സീക്വൻസ് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ചെയ്തേക്കുന്ന ഒരു സിനിമയാണ്. ഒരു ഗംഭീര സിനിമ ആയിരിക്കട്ടെ കാട്ടാളൻ നമുക്ക് ആശംസിക്കാം.